വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. 2024 ജനുവരി 21 നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിൻ്റെ 1 മന്ത് ക്രാഷ് കോഴ്സ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അവൈലബിൾ ആണ്. ഓരോ വിഷയത്തിലും 499 രൂപയാണ് ഫീസ് വരുന്നത്. പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും ഫീസ് ഇത്രയാണ് വരുന്നത്. പേപ്പർ 1 വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ, മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്, ഒരു പേപ്പറാണ്. പേപ്പർ 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പേപ്പർ 2 പഠിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ പഠിച്ചോളാം, എനിക്ക് ഈ ഒറ്റ തവണ കൊണ്ട് തന്നെ സെറ്റ് ക്ലിയർ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ പേപ്പർ 2 ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഒരു മാസം കൊണ്ടൊക്കെ വിചാരിച്ചാൽ വേണമെന്ന് വാശിയോട് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. 1 മന്ത് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള വ്യക്തികളാണെങ്കിൽ 6 മണിക്കൂറും പഠിക്കാം. 1 അവർ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ 1 അവറും പഠിക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫീസ് ഞാൻ ഒന്നും കൂടി പറയാം. ഒരു മാസത്തെ 1 മന്ത് ക്രാഷ് കോഴ്സിന് 499 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പേപ്പർ 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പർ 1 നിന്ന് 2 പാർട്ടുകളുണ്ട്: ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്. ഈ വർഷം നടന്ന സെറ്റിൻ്റെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻ്റലിജൻസ് ഏജൻസീസിനെ കുറിച്ചിട്ട്. കുറച്ച് ഇൻ്റലിജൻസ് ഏജൻസീസ് കൊടുത്തു, അതേപോലെ തന്നെ അവയുമായി റിലേറ്റ് ചെയ്യുന്ന കൺട്രീസ് കൊടുത്തു. അപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് ഇൻ്റലിജൻസ് ഏജൻസീസ്, പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊസാദ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. മൊസാദ് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ഇത് പലപ്പോഴും വാർത്തകളിൽ കേട്ടിട്ടുള്ളൊരു പേരാണ്, അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. മൊസാദ്, ഇസ്രായേൽ. ഇനി ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് RANW എന്നുള്ളത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നുള്ളതാണ് RANW എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊസാദ് ഇസ്രായേലിൻ്റേതാണ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നുള്ളത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും കേട്ടിട്ടുണ്ടാവും, CIA, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി. ഇതും പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. CIA, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി, എവിടുത്തെയാണ്? അമേരിക്കയുടേത്. ഇനി പാകിസ്ഥാൻ്റെയാണ് ISI, ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ്. ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ഇൻ്റലിജൻസ് ഏജൻസീസ് കൊടുത്തിട്ട് അതിൻ്റെ കൺട്രി ആയിട്ട് റിലേറ്റ് ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ചില സമയത്ത് RANW അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാം, അല്ലെങ്കിൽ CIA കൊടുത്തിട്ട് CIA എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ISI കൊടുത്തിട്ട് ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് എന്നതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും ഷോർട്ട് ടേമുകളും അതിൻ്റെ എക്സ്പാൻഷൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതും നോക്കണം. ദെൻ MI6 UKയുടേതാണ്, യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയാണ് MI6 എന്ന് വരുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസ് സെക്ഷൻ 6 അല്ലെങ്കിൽ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ്, SIS എന്ന് വിളിക്കുന്നതാണ് UKയുടെ ഇൻ്റലിജൻസ് ഏജൻസി. അപ്പോൾ UKയുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. MI6 എന്നുള്ള പേരിലും SIS എന്നുള്ള പേരിലും. MI6 എന്നുള്ളത് മിലിറ്ററി ഇൻ്റലിജൻസ് സെക്ഷൻ 6 എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. SISൻ്റെ ഫുൾ ഫോം എന്താണ്? സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസ് എന്നാണ്. ഇനി GRU റഷ്യയുടേതാണ്, മെയിൻ ഇൻ്റലിജൻസ് ഏജൻസിയാണിത് കേട്ടോ. GRU എന്നുള്ളത് റഷ്യയുടെ മെയിൻ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ഇനി ചൈനയുടേത് MSS, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി. ഇതും കേട്ടിട്ടുണ്ടാവും, MSS എന്നുള്ളത് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള ഏതാണ്? ഇസ്രായേലിൻ്റെത് മൊസാദാണ്, ISI പാകിസ്ഥാൻ്റേതാണ്,
ഇന്ത്യയുടേത് നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും RAN-AW, ഒരു വെറൈറ്റി പേരാണല്ലേ RAN-AW എന്നുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കാം. CIA പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി GRU എന്നുള്ളത് റഷ്യയുടേതാണ്. GRU, റഷ്യ എന്നുള്ള പേരിൽ RU എന്നുള്ള ലെറ്റർ വരുന്നുണ്ട്. അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയിലും RU എന്നുള്ള ലെറ്റർ വരുന്നുണ്ട്. ഓക്കെ, GRU റഷ്യ, MSS എന്നുള്ളത് ചൈനയുടേത്. സോ മെയിനായിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസീസും അവയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺട്രികളും പറഞ്ഞു കഴിഞ്ഞു. ഇനി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ചോദ്യം ഇതാണ്: മാച്ച് ദ ലിസ്റ്റ് ഇൻ്റലിജൻസ് ഏജൻസീസ് വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്നത് മൊസാദ്, ISI, SIS, അതിൻ്റെ ബ്രാക്കറ്റിൽ MI6 എന്ന് കൊടുത്തിട്ടുണ്ട്, RAW. ഇനി നെക്സ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ, ഇസ്രായേൽ, ഇന്ത്യ, UK. അപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസീസ് പഠിച്ചത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പമാണല്ലോ. മൊസാദ് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഇസ്രായേലുമായിട്ട് കണക്റ്റഡ് ആണ്. ISI ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? പാകിസ്ഥാനുമായിട്ട് കണക്റ്റഡ് ആണ്. SIS അല്ലെങ്കിൽ MI6 എന്നുള്ളത് UKയുമായിട്ട് കണക്റ്റഡ് ആണ്. RAW എന്നുള്ളത് ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റലിജൻസ് ഏജൻസീസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺട്രികളുമാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾക്ക് എക്സാം വരെയും Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും ജനറൽ നോളജൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1 മന്തിൻ്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഈ യൂട്യൂബിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. താങ്ക്